ഹായ് ഹലോ നമസ്കാരം. പേജിത്രി അക്കാദമിയുടെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യലിൻ്റെ ഒരു മോഡൽ എക്സാമാണ്, UP എക്സാം ബേസ് ചെയ്തിട്ട് നമ്മളൊരു സോഷ്യലിൻ്റെ മോഡൽ എക്സാമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം 2 ദിവസമുള്ള സമയം അല്ലേ, നമുക്കറിയാം വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ശനിയാഴ്ചയാണ് എക്സാം, അറിയാലോ അല്ലേ. അപ്പോൾ ഇനി ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് കുറച്ച് സിമ്പിളായിട്ട്, കാരണം വെച്ചാൽ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളാണ്. എന്നാൽ ചിലത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള അറിയുന്ന കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് എഴുതി പോവുക, ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് ചെയ്യുക, മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിലും എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാനായിട്ടൊരു പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ എക്സാമിലേക്ക് കിടക്കാം. ഓക്കെ, സോഷ്യലിൻ്റെയാണ്, സോഷ്യൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് തിരിച്ചറിയുക. സുപ്രീം കോടതി, അതുപോലെ തന്നെ B ഹൈക്കോടതി, C ജില്ലാ കോടതി, D സബ് കോടതി. എന്താണ് ചോദ്യം? ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയാണോ, ഹൈക്കോടതിയാണോ, ജില്ലാ കോടതിയാണോ, സബ് കോടതിയാണോ? പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളല്ലേ സാർ, ഇതെന്തിനാണ് ഈ ഒരു ചോദ്യമൊക്കെ ഇട്ടതെന്ന് ചിലരെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. ഇത്രയും സിമ്പിൾ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിന് മറ്റൊരു കാരണം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഇവിടെ നമ്മൾ ഈ എക്സാമിലിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുമെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കിട്ടി. പക്ഷേ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കില്ല അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മോട്ടിവേഷൻ ചെയ്താലും എത്ര പറഞ്ഞാലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്കല്ലേ സാധിക്കുള്ളൂ, മറ്റൊരാൾക്ക് നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. കാരണം നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതല്ലേ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ എന്നുള്ള വാക്കേ ചിലർ കാണുള്ളൂ. ഇന്ത്യ എന്ന് പറയുമ്പോൾ നേരെ കൊണ്ട് എവിടെ കുത്തുപറിയോ, ആദ്യം തന്നെ ഓപ്ഷൻ എയിൽ സുപ്രീം കോടതി ഉണ്ട്. ഇത് പറഞ്ഞു തന്നത് ചിലർക്ക് വേണ്ടിയിട്ട്, ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സമയം പാഴാക്കിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ക്വസ്റ്റ്യൻ വായിക്കേണ്ട കാര്യം പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഇട്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സംസ്ഥാനം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വായിച്ചു പോയെങ്കിൽ അത് ചിലപ്പോൾ മൈൻഡ് നിൽക്കണമെന്നില്ല. എന്താണ് ഏറ്റവും ഉയർന്ന കോടതിയോ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി? ഓപ്ഷൻ എ സുപ്രീം കോടതി ഉണ്ട്. നിങ്ങൾക്ക് അർപ്പിച്ചു, തെറ്റിച്ചു. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അല്ലേ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെ ഏതൊരു സംസ്ഥാനം എടുത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അല്ലേ. സോ എന്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതാണ് ഓപ്ഷൻ ബി, ഹൈക്കോടതി കേട്ടോ. ഹൈക്കോടതി. ഓക്കെ, അപ്പോൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതിയാണ്. അറിയാം അല്ലേ. ഓരോ ജില്ലകളിലാണെങ്കിൽ ജില്ലാ കോടതി, അതിന് താഴെ വരുന്നതാണ് സബ് കോടതി. ഓക്കെ, അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ടത്. ഇനി അടുത്തത്, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ദാമോദർ, സുബൻസിരി, ലോഹിത്, തീസ്റ്റ. ഓക്കെ, ടീസ്റ്റ പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടീസ്റ്റ അങ്ങനെ കണ്ടവരുണ്ടാവും അല്ലേ. ടീസ്റ്റ എന്ന് കണ്ടവരുണ്ടാവും. അതും കൂടി ഇനിയിപ്പോൾ എഴുതാം. ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ടീസ്റ്റ എന്ന് കണ്ടവരുണ്ടാവും. എങ്ങനെയോ അത് ചിലപ്പോൾ നമ്മൾ അതിന് ആ ഒരു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താണ്, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ദാമോദർ, സുബൻസിരി, ലോഹിത്, തീസ്റ്റ. ഏതാണെന്നുള്ളത് പെട്ടെന്ന് എഴുതിയല്ലോ അല്ലേ. ഏതാണ് ഉത്തരം? പറഞ്ഞോട്ടെ. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സുബൻസിരിയാണ് കേട്ടോ. ഓപ്ഷൻ സി, സുബൻസിരിയാണ് ഏത് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്. ഇനി 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? വർഷം നോക്കൂ. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി പാലക്കാട്. ഏതാണ്? പെട്ടെന്ന് എഴുതിക്കും. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഏതാണ്? എഴുതിയല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി പാലക്കാടാണ്. ഓപ്ഷൻ ഡി പാലക്കാടാണ് കേട്ടോ. ഉത്തരം പാലക്കാടാണ് ഉത്തരം. അടുത്തത് 4ാമത്തെ ചോദ്യം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ആദിവാസി കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ആദിവാസി കലാപം ഏതാണ്? മലബാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം, കുറിച്യർ കലാപം എന്ന് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ആദിവാസി കലാപമാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് എഴുതിക്കോളൂ. എഴുതല്ലോ അല്ലേ. നമുക്കറിയാം ആദിവാസി കലാപം ഏതാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്? കുറിച്യർ കലാപം അല്ലേ. അപ്പോൾ കുറിച്യർ കലാപമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത്. ഏതാണ്? കുറിച്യർ കലാപമാണ്. ഇനി
അടുത്തത് അഞ്ചാമത്തെ നോക്കൂ, ചുവടെ പറയുന്നവയിൽ നിന്ന് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ അല്ലാത്ത വ്യക്തികളെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചുവടെ പറയുന്നവയിൽ നിന്ന് മലബാർ കലാപത്തിൻ്റെ നേതാക്കളല്ലാത്ത വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ഓപ്ഷൻ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. ഓപ്ഷൻ എ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഓപ്ഷൻ ബി സീദിക്കോയ തങ്ങൾ, ഓപ്ഷൻ സി കുഞ്ഞു മുഹമ്മദ്, ഓപ്ഷൻ ഡി അലി മുസലിയാർ. പെട്ടെന്ന് ഉത്തരവിധിക്കോ. ഓക്കെ, എഴുതിയല്ലോ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന മലബാർ കലാപത്തിൻ്റെ നേതാക്കളിൽ ഒരാളല്ലേ. ഓക്കെ, അപ്പോൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ട്. ഇനി സീദിക്കോയ തങ്ങളില്ലേ, ഉണ്ട്, അദ്ദേഹവും ഉണ്ട്. ഇനി അടുത്ത് നോക്കുക, അലി മുസ്ലിയാർ ഉണ്ടോ, അലി മുസ്ലിയാർ ഉണ്ട്. അപ്പോൾ ഇതിൽ പെടാത്ത ഒരാൾ ആരാണ്, കുഞ്ഞു മുഹമ്മദ് അല്ലേ പെടാത്തത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ്. ഓപ്ഷൻ സി കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ് എന്ത്, ഈ പറയുന്ന വ്യക്തി എന്താണ് നേതാക്കളിൽ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, അല്ലാത്ത വ്യക്തിയല്ലേ ചോദിച്ചിട്ടുള്ളത്, അത് കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 നോക്കൂ, മരണം മുന്നിലെത്തിയപ്പോഴേക്കും തലകുനിക്കാൻ മടിച്ചതാണ് പഴശ്ശിരാജാവിൻ്റെ ശ്രേഷ്ഠ വീര്യം എന്ന് പഴശ്ശിരാജാവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കേണൽ വിൽക്കൻസി, ആർത്തർ വെല്ലസ്ലി, വില്യം ലോഗൻ ഇവരാരുമല്ല. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. മരണം മുന്നിലെത്തിയപ്പോഴേക്കും തലകുനിക്കാൻ മടിച്ചതാണ് പഴശ്ശിരാജാവിൻ്റെ ശ്രേഷ്ഠ വീര്യം എന്ന് പറഞ്ഞത് ആരാണ്? കേണൽ വിൽക്കൻസി, ആർത്തർ വെല്ലസ്ലി, വില്യം ലോഗൻ ഇവരാരുമല്ല. ആരാണ്? എഴുതിയോ? ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ പറ്റിയിട്ടല്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത്, മരണം മുന്നിലെത്തിയപ്പോഴേക്കും, അതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. മരണം മുന്നിലെത്തിയപ്പോഴേക്കും തലകുനിക്കാൻ മടിച്ചതാണ് പഴശ്ശിരാജാവിൻ്റെ ശ്രേഷ്ഠവീര്യം എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ കേണൽ വിൽക്കൻസി ആണ്. കേണൽ വിൽക്കൻസി ആണ്, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത 7 നോക്കൂ, അടിലഹള ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അടിലഹള. ഓക്കെ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, കുമാരഗുരുദേവൻ, തൈക്കാടയ്യ. ആരാണ്? പെട്ടെന്ന് എഴുതിക്കോ. എഴുതിയല്ലോ അല്ലേ. അപ്പോൾ അടിലഹള അല്ലേ, അടിലഹള ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് കുമാരഗുരുദേവൻ. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ്, പൊയ്കയിൽ യോഹന്നാൻ അല്ലേ, പൊയ്കയിൽ യോഹന്നാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എല്ലാം ഒരാൾ തന്നെയല്ലേ. അപ്പോൾ അടിലഹള കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1890, 1892, 1891, 1893. ഏത് വർഷമാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? എഴുതിയോ? യെസ്, എഴുതിയല്ലോ അല്ലേ. ഓപ്ഷൻ ഡി 1893. 1893 ആര് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? 1893. ഇനി അടുത്ത് നോക്കൂ, പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? പട്ടം താണുപിള്ള, ജി ശങ്കരക്കുറുപ്പ്, EMS മന്നത്ത് പത്മനാഭൻ. ആരാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ? നമുക്കറിയാലേ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണെന്ന് അറിയാലേ. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പട്ടം താണുപിള്ള, ജി ശങ്കരക്കുറുപ്പ്, EMS നമ്പൂതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ. ആരാണ്? യെസ്, എഴുതിയല്ലോ അല്ലേ. എഴുതിയവരൊക്കെ, എഴുതാത്തവർ ശ്രദ്ധിക്കുക. പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് EMS ആണ്. ആരാണ്? EMS ആണ്. ആ കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, EMS ആണ്. ഓക്കെ, പുതിയ അറിവാണെങ്കിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. INC-യുമായി ബന്ധപ്പെട്ട് INC സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? JB കൃപലാനി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ മോഹൻ ബോസ്, ദാദാഭായ് നവറോജി. ആരാണ്? JB കൃപലാനി ആണോ, G സുബ്രഹ്മണ്യ അയ്യരാണോ, ആനന്ദ മോഹൻ ബോസ് ആണോ, ദാദാഭായ് നവറോജി ആണോ? ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ അയ്യരാണ് അല്ലേ. G സുബ്രഹ്മണ്യ അയ്യരാണ് നമ്മുടെ ഉത്തരം. 10ാമത്തെ ഓപ്ഷൻ ബി G സുബ്രഹ്മണ്യ അയ്യർ. നോക്കൂ, അടുത്തത് സിന്ധു നദീതട പ്രദേശമായ രൂപാർ കണ്ടെത്തിയത് ആര്? ഏത് വർഷം? YD ശർമ്മ 1950. അതുപോലെ തന്നെ MS വാസ്ത 1950. MS വാസ്ത 1953 തന്നിട്ടുണ്ട്. YD ശർമ്മ 1953 തന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇത് ഷവർമ്മ എന്ന് ചിലപ്പോൾ വരും. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഉത്തരം എഴുതിക്കോളൂ. സിന്ധു നദീതട പ്രദേശമായ രൂപാർ കണ്ടെത്തിയത് ആരാണ്? ഏത് വർഷം? രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ
ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നോക്കൂ, നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ വൈ ഡി ശർമ്മയിലേക്ക് നിങ്ങൾ പോകും, കാരണം ബാക്കി വായിക്കില്ല, നിങ്ങൾക്കറിയാം വൈ ഡി ശർമ്മയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രാപ്പ് ഉണ്ട്. എന്താണ്? ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഏത് വർഷം എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് വർഷം, രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഇതൊന്നും വായിക്കില്ല, നിങ്ങൾ വൈ ഡി ശർമ്മ കണ്ടാൽ ചിലപ്പോൾ എഴുതും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രൂപാറ കണ്ടെത്തിയത് വൈ ഡി ശർമ്മയാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ വൈ ഡി ശർമ്മ 1950-ൽ 1953-ലാണ് രൂപാറ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഡി ആണ് വരുന്നത്. പക്ഷേ വൈ ഡി ശർമ്മ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതങ്ങോട്ട് കുത്തും, നിങ്ങളുടെ തെറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയത്. എത്ര പേര് ഓപ്ഷൻ എ എഴുതിയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 12. സംസ്കാരത്തിൻ്റെ മൂഷ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? സംസ്കാരത്തിൻ്റെ മൂഷ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഏതാണ്? സംസ്കാരത്തിൻ്റെ മൂഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം വരണ്ടേ? എഴുതിയല്ലോ അല്ലേ? എന്തായാലും നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. സംസ്കാരത്തിൻ്റെ മൂഷ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മെസോപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. ഏതാണ്? മെസോപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. അടുത്തത് 13ലേക്ക് പോകാമല്ലോ. 13 നോക്കൂ. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അടിയാണ് കേട്ടോ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു. ആരാണ്? എഴുതിയല്ലോ അല്ലേ? ഉത്തരത്തിലേക്ക് വരാൻ പെട്ടെന്ന് എഴുതിക്കോളൂ. തെറ്റിച്ചവരൊന്ന് കമൻറ്റ് ചെയ്തു, അയ്യോ സാർ തെറ്റിപ്പോയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നോക്കാമല്ലോ എത്ര പേര് ഇത് ശരിയാക്കി എന്നുള്ളത്. ശരിയാക്കിയവർ കുഴപ്പമില്ല. ഓക്കെ, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി ഭഗത് സിംഗ്. ഭഗത് സിംഗിനെയാണ്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ടോപ്പിക് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെയും INC കണക്ട് ചെയ്തുകൊണ്ടൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1938, 1921, 1923, 1937. ഓക്കെ, എഴുതിയല്ലോ? എഴുതിയോ? ഉത്തരം എഴുതിയോ? ഓക്കെ, ഫൈൻ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം എത്രയാണ്? എത്ര പേര് 1938 എഴുതി? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. 38 എഴുതി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, ഇനി എത്ര പേര് 1937 എഴുതി? ആ 37 എഴുതി വരുമോ? സോറി, 37 എഴുതി എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ അറിയോ? 1921 ഓപ്ഷൻ ബി. 1921 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത് കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിലെ ആദ്യ ആണവ റിയാക്ടർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? കാമിനി, കാക്രപ്പാറ, അപ്സര, കൈഗ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യ ആണവ റിയാക്ടർ ഏതാണ്? കാമിനി, കാക്രപ്പാറ, അപ്സര, കൈഗ. പെട്ടെന്ന് എഴുതിക്കോ. എഴുതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? കാമിനിയിലേക്ക് പോകണ്ട കേട്ടോ. കാമിനി എന്താ? കൽപ്പാക്കം മിനി റിയാക്ടർ എന്നുള്ള രീതിയിലല്ലേ അല്ലേ? നമ്മുടെ ഉത്തരം ഏതാണ്? അപ്സരയാണ് കേട്ടോ. അപ്സരയാണ്. ഓക്കെ, അപ്പോൾ കാമിനിയല്ല, കാക്രപ്പാറയല്ല, അപ്സരയാണ്. ക്ലിയർ? 16. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? പെട്ടെന്ന് എഴുതിക്കോ. എഴുതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ISROയുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ് ഭവൻ, അത് ബാംഗ്ലൂരാണ്. എവിടെയാണ്? ബാംഗ്ലൂർ അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്താണ് ഹൈദരാബാദ്, ചിലപ്പോൾ ഹൈദരാബാദിലേക്ക് പോകില്ല. ISRO എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈദരാബാദിലേക്ക് പോകും, ചിലർ എവിടേക്കും പോകും, ന്യൂഡൽഹിയിലേക്കും പോകും. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് വായിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് മറച്ച് പിടിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയിട്ടൊന്ന് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. 17. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? എഴുതിയല്ലോ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ നർമ്മദയാണ് കേട്ടോ. നർമ്മദയാണ്. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? എന്താണ്? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകർക്കെതിരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? സാന്താൾ കലാപം, ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര സംഭവം, റൗലറ്റ് സത്യാഗ്രഹം. ഏതാണ്? ഇതൊക്കെ സിമ്പിൾ അല്ലേ? എഴുതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ
ഏതാണ് നീലം കർഷകർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം തോട്ടങ്ങളിലെ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത് 19 നോക്കൂ. ISROയുടെ രണ്ടാമത് ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഓക്കെ, അപ്പോൾ ISROയുടെ രണ്ടാമത് ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 2 ഉണ്ടല്ലോ, ആ 2വിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 2, GSLV Mark 3, GSLV Mark 1, GSLV Mark 4. ഇതിലേതാണ് എന്നുള്ളത് പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, ഒരുപാട് വാർത്തകളിലൊക്കെ വന്നതല്ലേ വിക്ഷേപണ വാഹനമൊക്കെ അല്ലേ? തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ 19ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് GSLV Mark 3 ആണ് കേട്ടോ. ഓക്കെ, Mark 3 ആണ്. ഓക്കെ, അടുത്ത് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചുവടെ പറയുന്നവയിൽ എന്താണ് സിഗറാത്തുകൾ? ഈ സിഗറാത്തുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചുവടെ പറയുന്നവയിൽ എന്താണ് സിഗറാത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിസ്ഥലങ്ങൾ, വീടുകൾ, ആരാധനാലയങ്ങൾ ഇവയൊന്നുമല്ല. ഏതാണ്? ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും. ഓക്കെ, നമ്മുടെ UP പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചുവടെ പറയുന്നവയിൽ എന്താണ് സിഗറാത്തുകൾ? കൃഷിസ്ഥലങ്ങൾ, വീടുകൾ, ആരാധനാലയങ്ങൾ ഇവയൊന്നുമല്ല. ഏതാണ് സിഗറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങളല്ലേ? അല്ലേ? സി, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു മോഡൽ എക്സാം ആയിട്ട് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 20 നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട്, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ആയി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഞങ്ങൾക്കും എന്താണ് അതൊരു അഭിമാനമല്ലേ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളെ കൂടുതൽ എന്താണ് നിങ്ങളിലേക്ക് കണ്ടൻറ്റുകൾ എത്തിച്ചു തരാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇനി ഒരു ദിവസമല്ലേ പരീക്ഷ കഴിയും, ഒരു ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ്. അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, കൃത്യമായിട്ട് ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വീഡിയോയിൽ LPSTക്ക് വേണ്ട കാര്യങ്ങൾ പരീക്ഷയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എന്ത് ചെയ്യാം, അത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. റിലാക്സ് ആയിട്ട് പരീക്ഷാ സെൻറ്ററിലേക്ക് പോയിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ കൂടുതൽ മോട്ടിവേഷൻ തരുന്നില്ല, കാരണം മോട്ടിവേഷൻ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കൂടുതൽ മോട്ടിവേഷൻ ഇല്ല. നിങ്ങളെ തന്നെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ പരീക്ഷ അടുത്തില്ല, ഇനിയിപ്പോൾ എന്താണ് തണുത്തിരുന്നാലും ചൂടായിട്ടിരുന്നാലും എന്തായാലും നമ്മളെന്താണ് മറ്റന്നാൾ പോയിട്ട് കാണും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക, അറിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക, നെഗറ്റീവ് കുറയ്ക്കുക. ഇത്രയാണ് പറയാനുള്ളത്. എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.